ഫ്രണ്ട്സ്, ഇപ്പം ഞാനുള്ളത് നമ്മുടെ കോട്ടക്കൽ എജുമാർട്ട് പ്രൈമിലാണ്. എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു എജുമാർട്ടിൽ പോകണമെന്ന്. അപ്പോൾ അത് സാധിച്ചിരിക്കുകയാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം എന്താ എടുക്കാമെന്നൊന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ആകെ ഷോക്കായി. പിന്നെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എവിടേക്കാണ് പോകേണ്ടതെന്നും എന്താ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. ആകെ കൂടെ ഒരു വെപ്രാളത്തിലായിരുന്നു ഞാൻ. എങ്കിലും ഞാൻ ആദ്യം പോയത് ക്രാഫ്റ്റിൻ്റെ സ്റ്റേഷനറിൻ്റെ ഏരിയയിലേക്കാണ്. ക്രാഫ്റ്റും ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഐറ്റംസ് തന്നെ ഇവിടെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും എജുമാർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ക്രാഫ്റ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം ജേണൽ ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞാൻ കുറച്ച് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് എന്തായാലും ഒരു ജേണലിംഗ് വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ജയ്ഷിയും മർഷിയും ഫുള്ള് സെർച്ചിലായിരുന്നു. കുറേ സ്റ്റിക്കറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്നോടൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഇവിടെ നല്ല അടിപൊളി ക്യൂട്ട് പെന്നും പെൻസിലും ഷാർപ്നറും എറേസറും ഒക്കെ ഉണ്ടായിരുന്നു. അവർ വെച്ചിരിക്കുന്ന ഓർഡർ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. പിന്നെ ഇവിടേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വാഷി ടേപ്പായിരുന്നു കേട്ടോ. എനിക്ക് വാഷി ടേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാഷി ടേപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്റ്റിക്കി നോട്ടിൻ്റെ ഒരു കളക്ഷൻസ് തന്നെയുണ്ട്. മേലേക്കൊക്കെ കയറിയപ്പോൾ പിന്നെ കുറേ നമ്മൾ ഈ പൗച്ച് ബാഗ്, കുറേ ബുക്കുകൾ, പിന്നെ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റ് ഐഡിയാസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെർഷ അവളുടെ ഒരു ആർട്ടിന് വേണ്ടിയിട്ട് അവളൊരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറിൻ്റെ ഒരു വൺ കളക്ഷൻ ഉണ്ടായിരുന്നു, ചെറുതും വലുതും ഒക്കെ. പക്ഷെ എൻ്റെ കയ്യിൽ ഡയറി ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമല്ലേ വരുന്നത്, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ബായ്.